പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ പ്ലസ് ടു ബേസിലുള്ള പ്ലസ് 1 പ്ലസ് 2 കാലഘട്ടത്തിലെ നോളജിന്റെ ബേസിൽ നിങ്ങളോട് നൈട്രജൻ ഫിക്സേഷനെ കുറിച്ച് ഞാൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും അസൈൻമെന്റ് എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയാം, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആസ് വെൽ ആസ് യുവർ എക്സാമിനേഷൻ ഈസ് കൺസേൺഡ്. പരീക്ഷയ്ക്ക് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. സി, എന്താണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ? നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു 5ാം ക്ലാസ് തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. സി, ഫിക്സേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ into nitrogenous salt with the help of microorganism is called biological nitrogen fixation. Biological nitrogen fixation occurs when atmospheric nitrogen is converted to ammonia by an enzyme called nitrogenase. എന്താണ് biological nitrogen fixation? Occurs when atmospheric nitrogen is converted to ammonia by the enzyme called nitrogenase. Nitrogenase എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടി അന്തരീക്ഷത്തിലെ നൈട്രജനെ വിഘടിക്കുന്ന പ്രോസസ്സിനെയാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഇൻ ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പ്രോകാരിയോട്സ്. The microorganisms are called diastropes. That is a new information for you. എന്താണ് പറഞ്ഞിരിക്കുന്നത്? They are microorganisms. These microorganisms is called diastropes. എന്താണ് diastropes? Diastropes are nothing but they are certain microorganisms. They have the capacity to divide or to fix atmospheric nitrogen. That is what is called diastropes. They are actually the microorganism. They are having the capacity of fixing the atmospheric nitrogen. Okay. Now, എന്താണ് നൈട്രജൻ സൈക്കിൾ ഓർ എന്താണ് നൈട്രജൻ? നമ്മളിപ്പം പണ്ട് മൊത്തേ പഠിക്കുന്നതാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഡിഗ്രി ലെവലിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ മനസ്സിലാക്കണം. നമുക്കറിയാം, ഒരുപാട് ന്യൂട്രിയൻ സൈക്കിൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട്, അല്ലെ? നമ്മൾ പലതരത്തിലുള്ള സൈക്ലിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് എക്കോളജിയിൽ. അതിൽ നൈട്രജൻ സൈക്കിൾ ഉണ്ട്, ഫോസ്ഫറസ് സൈക്കിൾ ഉണ്ട്, സൾഫർ സൈക്കിൾ ഉണ്ട്. ഓൾ ദീസ് ആർ ദ ന്യൂട്രിയൻ സൈക്കിൾ സിൻസ് ദേ ആർ റിലീസിങ് സർട്ടൻ ന്യൂട്രിയൻസ്. അപ്പൊ ന്യൂട്രിയൻസ് അന്തരീക്ഷത്തിലേക്ക്, അറ്റ്മോസ്ഫിയറിലേക്ക്, എൻവയോൺമെന്റിലേക്ക് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ന്യൂട്രിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കിളാണ് നൈട്രജൻ സൈക്കിൾ. അപ്പൊ നൈട്രജൻ എങ്ങനെയാണ് ഭൂമിയിൽ എത്തുന്നത്? അത് പലതരത്തിലുള്ള പ്രോസസ് ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട്, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട്, ഇല്ലേ? ഒരുപാട് കെമിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് we are going to discuss in detail about the nutrient cycling of nitrogen. See, this is actually the nitrogen cycle. നമ്മൾ പണ്ടേ പഠിക്കുന്ന നൈട്രജൻ സൈക്കിൾ തന്നെയാണ്. എങ്ങനെയാണ് അന്തരീക്ഷത്തിലേക്ക് നൈട്രജൻ വരുന്നത്, അത് മറ്റു ഓർഗാനിസത്തിലൂടെ എങ്ങനെ പോകുന്നു, പിന്നെ എങ്ങനെയാണ് വീണ്ടും തിരിച്ചെത്തുന്നത്, ഇതെല്ലാം നമ്മൾ പണ്ടേ പഠിച്ച സാധനങ്ങളാണ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് നൈട്രജൻ. സി, നമുക്കറിയാം പലതരത്തിലുള്ള ബയോജിയോ കെമിക്കൽ സൈക്കിൾ ഉണ്ട്. അതിൽ കാർബൺ സൈക്കിൾ ഉണ്ട്, ഫോസ്ഫറസ് സൈക്കിൾ ഉണ്ട്, നൈട്രജൻ സൈക്കിൾ ഉണ്ട്, വാട്ടർ സൈക്കിൾ ഉണ്ട്, ഓക്സിജൻ സൈക്കിൾ ഉണ്ട്. ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലൂടെ ഇങ്ങനെ ചാക്രികമായിട്ട് നിരന്തരം പ്രക്രിയ അല്ലെങ്കിൽ പ്രതിപ്രക്രിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ബയോജിയോ കെമിക്കൽ സൈക്കിൾ ഓർ ബയോജിയോ സൈക്കിൾ എന്നൊക്കെ പറയുന്നത്. അതിൽ നൈട്രജൻ സൈക്കിൾ ഈസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് നൈട്രജൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അന്തരീക്ഷത്തിൽ നൈട്രജൻ എങ്ങനെയാണ് എത്തുന്നത്, അല്ലെ? ഫോർ എക്സാമ്പിൾ, പശുവിന്റെ യൂറിനിൽ നിന്നും ഈ പറയുന്ന നൈട്രജൻ എത്തുന്നുണ്ട്, അല്ലെ? ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കും, ചില ഭൂമിയിലേക്ക് നമ്മൾ നൈട്രജൻ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യും, അല്ലെ? അങ്ങനെ പല രീതിയിലും നമ്മൾ നൈട്രജനെ ഭൂമിയിൽ എത്തിക്കുന്നുണ്ട്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡീറ്റെയിൽ ആസ്പെക്ട്സ് ഓഫ് നൈട്രജൻ സൈക്കിൾ. ഓക്കെ, ഒരുപാട് സൈക്കിൾ നമ്മിങ്ങനെ കാണാൻ പറ്റും, പല സൈക്കിൾ നമ്മൾ കാണാൻ പറ്റും. എനിവേ വി ആർ ഡിസ്കസ് ദ നൈട്രജൻ ഫിക്സേഷൻ ഡയഗ്രാം. എന്താണ് നൈട്രജൻ? Nitrogen molecule, that is NQ, is a quite inert element. To break it apart so that its atom can combine with the other atom requires the input of substantial amount of energy. അന്തരീക്ഷത്തിലെ നൈട്രജൻ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര എലമെന്റ് ആണ്. ഇതിനൊറ്റക്കൊരിക്കലും സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ കഴിയില്ല. അപ്പൊ ഹൈ എനർജി ഉള്ള ആരെങ്കിലും വന്നിട്ട് അതിനെ അടിച്ചാൽ മാത്രമേ അത് സ്പ്ലിറ്റ് ചെയ്യപ്പെടൂ.
അത് 3-4 രീതിയിലുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഫിക്സേഷൻ ബൈ ലൈറ്റ്നിങ്, ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ബൈ മൈക്രോബ്സ്, ദെൻ ഇൻഡസ്ട്രിയൽ ഫിക്സേഷൻ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട രീതിയിൽ നൈട്രജനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് നൈട്രജൻ ഇത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നത്? ഇറ്റ് ഈസ് എ നൈട്രജൻ റിസർവോയർ. അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫറിക്, ഓഷ്യൻ, സോളിബിൾ സാൾട്ട്, ബയോമാസ്, ഇതൊക്കെ ഇതിന്റെ പിറകിലുള്ളതാണ്. Then metric ton nitrogen 3.9 into 10 raised to 15. Then salt biomass 6.9 to 10 raised to 11. The land inorganic matter, that is biota, that is 1.1 into 10 raised to 9. Then actively cycled. അങ്ങനെ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഈ പറയുന്ന നൈട്രജൻ ഉള്ളത് കൊണ്ട് തന്നെ we can say that nitrogen is having the most important value in globe or in the entire world. ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നൈട്രജൻ കിട്ടുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു. വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് സോഴ്സ് ഇൻ വിച്ച് നൈട്രജൻ ഈസ് റിലീസ്ഡ് ഓർ റീച്ച്ഡ് ഇൻ ടു ദ എർത്ത്? ലൈറ്റിംഗ് വഴി എത്താം, ഇനോർഗാനിക് ഫെർട്ടിലൈസർ വഴി എത്താം, നൈട്രജൻ ഫിക്സേഷൻ വഴി എത്താം, ആനിമൽ റെസിഡ്യൂസ് വഴി എത്താം, ക്രോപ്പ് റെസിഡ്യൂസ് വഴി എത്താം, ഓർഗാനിക് ഫെർട്ടിലൈസർ വഴി എത്താം. അപ്പൊ ഈ ഏത് വഴിയും വേണമെങ്കിൽ നമുക്ക് നൈട്രജനെ അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. Then we can say that nitrogen is a key element for amino acid, nucleic acid, cell wall component of bacteria, that is NAM. എന്താണ് NAM? എന്താണ് NAM? N-acetyl muramic acid. ഇതേപോലെ തന്നെ വേറൊന്നുണ്ട് NAG, N-acetyl glucosamine. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട കോമ്പണന്റ്. അതിൽ NAM പലപ്പോഴും പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കുന്നതാണ്. NAM is N-acetyl muramic acid. ഓക്കെ, സോ നമ്മൾ പറയാറില്ലേ കടല കഴിച്ചാൽ ബുദ്ധി ഉണ്ടാവും എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത്? കടലന്റെ ഉള്ളിൽ ആരുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീന്റെ ഉള്ളിൽ ആരുണ്ട്? അമിനോ ആസിഡ് ഉണ്ട്. അമിനോ ആസിഡിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? അമിനോ ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഗായത്രി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും അമിനോ ആസിഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സിറ്റർ അയോൺ. വാട്ട് ഈസ് എ സിറ്റർ അയോൺ? an ion which contain both positive and negative charge. അല്ലെ? അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുമാണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിറ്റർ അയോൺ ആയി. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അമിനോ ആസിഡ്. അപ്പൊ ഈ അമിനോ ആസിഡിനുള്ളിൽ ആരുണ്ട്? നൈട്രജൻ ഉണ്ട്. ആ നൈട്രജൻ ആണ് യഥാർത്ഥത്തിൽ ന്യൂക്ലിക് ആസിഡിനെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ന്യൂക്ലിക് ആസിഡിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട നൈട്രോജിനസ് ബേസ് ഉണ്ട്. ആരൊക്കെയാണ് നൈട്രോജിനസ് ബേസ്? പ്യൂരിനും ഉണ്ട്, പിരിമിഡിനും ഉണ്ട്. പ്യൂരിൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അഡിനിനും ഗ്വാനിനുമാണ്. പിരിമിഡിൻ എന്ന് പറഞ്ഞാൽ അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ ആൻഡ് യൂറാസിൽ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എനിവേ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോമ്പണന്റ് വിച്ച് കണ്ടെയ്ൻ നൈട്രജൻ. ആ നൈട്രജൻ കിട്ടുന്നത് നമ്മൾ ചോറിന്റെ കൂടെ കടല ഉപ്പേരി കഴിക്കുമ്പോഴാണ്, നമ്മൾ ചോറിന്റെ കൂടെ ചെറുവാർ ഉപ്പേരി കഴിക്കുമ്പോഴാണ്. അല്ലെ? ലൈക്ക് വി ക്യാൻ സേ ദാറ്റ് കടല കഴിച്ചാൽ നമുക്ക് ബുദ്ധി ഉണ്ടാവും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബർഗർ കഴിച്ചാൽ ഒരിക്കലും ബുദ്ധി ഉണ്ടാവില്ല. കാരണം ബർഗറിൽ നിന്ന് നമുക്ക് സ്റ്റാർച്ച് ആണ് കിട്ടുന്നത്, അത് എനർജിയാണ്. അല്ലെ? കാർബോഹൈഡ്രേറ്റ്. ചോറ് കൂടുതൽ തിന്നുന്നത് കാരണം എന്താ? ചോറ് തിന്നാലേ എനർജി കിട്ടും. ചോറ് തിന്നാൽ ആരും ഇതുവരെ ബുദ്ധി കൂടിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധി ഉണ്ടാവാൻ സഹായിക്കുന്നത് എപ്പോഴും നൈട്രജനസ് കോമ്പണന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രോട്ടീനേഷ്യസ് ഫുഡ് കഴിക്കാൻ പറയുന്നത്. എനിവേ ഞാൻ പറഞ്ഞു വന്നത് നൈട്രജൻ ഈസ് പ്രസന്റ് ഇൻ എവരി ലെഗ്യൂംസ്. അങ്ങനെ ലെഗ്യൂമിൽ നിന്ന് നൈട്രജൻ കിട്ടിയിട്ട് ആ നൈട്രജനെ കൊണ്ട് അമിനോ ആസിഡ് ഉണ്ടാക്കി, അമിനോ ആസിഡ് കൂടി ചേർന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നു. അങ്ങനെയുള്ള നൈട്രജൻ ഈ പറയുന്ന സെല്ലിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് നൈട്രോജിനസ് ബേസ് ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞത് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കീ എലമെന്റ് ഫോർ ദി എൻറ്റയർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ജീനാണെന്ന് പറയാറുണ്ട്. ജീൻ ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് എ സീറ്റ് ഓഫ് ക്യാരക്ടർ. സ്വഭാവങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ചില കസാരകളാണ് ഈ പറയുന്ന ജീൻ എന്ന് പറയുന്നത്. അങ്ങനെ ജീനിന്റെ ഉള്ളിലുള്ള വളരെ പ്രധാനപ്പെട്ട ആളാണ് DNA. ആ DNAന്റെ ഉള്ളിൽ നൈട്രോജനസ് ബേസ് ഉണ്ട് കുട്ടികളെ. ആ നൈട്രോജനസ് ബേസ് ഉണ്ടാക്കാൻ സഹായിച്ചത് നൈട്രജൻ ആണ്. That nitrogen is available in the environment as 79%, but we couldn't get any minute amount of this particular nitrogen only because of certain process like biological nitrogen fixation, industrial nitrogen fixation, and atmospheric nitrogen fixation. We have to get the enough amount of nitrogen. ഞാൻ പറഞ്ഞു വന്നത് nitrogen is very very important as far as your development and character is concerned.
Now, nitrogen present proteins and nucleic acids. Organism cannot use nitrogen gas in the air. കാരണം അതിന് N triple bond N ആണ്, അതുകൊണ്ടാണ് അത് സ്പ്ലിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. Must be converted from N2 into more reactive form, that is NH3 or ammonia and nitrate nitrogen fixation. ഇത് നടക്കുന്നത് നൈട്രജൻ ഫിക്സേഷൻ വഴിയാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ പഠിക്കുന്നത്? കാരണം അന്തരീക്ഷത്തിലെ നൈട്രജൻ അനങ്ങാൻ കഴിയില്ല ഒറ്റക്ക്, അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റും. അന്തരീക്ഷത്തിൽ 79% നൈട്രജൻ ഉണ്ട്, പക്ഷേ നമുക്കത് ഉപയോഗിക്കാൻ കിട്ടില്ല. ഓൺലി ബൈ ദ പ്രോസസ് ഓഫ് ദീസ് 3 important steps we have to get this nitrogen. Then use of fixed nitrogen by plants. എന്തൊക്കെയാണ് ഈ ഫിക്സഡ് നൈട്രജന്റെ പ്രധാനപ്പെട്ട ഉപയോഗം? ഒന്ന്, in legumes to make amino acid. അല്ലെ, നമുക്കറിയാം ലെഗ്യൂമിനസ് പ്ലാന്റ് ആണ് ബയോളജിക്കലി നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അമിനോ ആസിഡ് ഉണ്ടാക്കാനാണ്. Transported into xylem, distributed to all parts and used with the cell to synthesize protein. എല്ലാ ഭാഗത്തേക്കും കടത്തിവിട്ടിട്ട് അവിടെയൊക്കെ പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. Other plants rely on fixed nitrogen in soil. Root hairs take up nitrate ions by active transport. Nitrate converted in roots to nitrate, then ammonia, then amino acid, which are transported to other parts in xylem. അങ്ങനെ അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്തിട്ട് ആ നൈട്രജൻ പല വൈവിധ്യമാർന്ന പ്രദേശത്തേക്കും നടന്നു നീങ്ങുകയാണ്. എന്തിന്? ഈ പറയുന്ന അമിനോ ആസിഡും പ്രോട്ടീനും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. Then forms of nitrogen. എന്തൊക്കെ ഫോംസ് ആണ് നൈട്രജൻ ഉള്ളത്? ഒന്ന്, യൂറിയ. അല്ലെ, നമുക്കറിയാം നമ്മൾ വാങ്ങുന്ന വളം അതാണ് യൂറിയയാണ്. അല്ലെ, യൂറിയ വാങ്ങാൻ പോവാന്നാണ് അതിന്റെ അർത്ഥം, നൈട്രജൻ വേണ്ടിയിട്ടാണ്. അത് അവൈലബിൾ ഫോം ആണ്. അമോണിയ ഗ്യാസ് ഉണ്ട്. Then അമോണിയം, നൈട്രേറ്റ് ഉണ്ട്, നൈട്രൈറ്റ് ഉണ്ട്, അറ്റ്മോസ്ഫറിക് ഡൈനൈട്രജൻ ഉണ്ട്, ദാറ്റ് ഈസ് N2. Then ഓർഗാനിക് നൈട്രജൻ, അതാണ് നമ്മുടെ ചാണകം, കൗഡൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പല ഫോംസിലും നൈട്രജൻ അവൈലബിൾ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയാണ്, വാട്ട് ആർ റൈറ്റ് ആൻഡ് അക്കൗണ്ട് ഓൺ ഡിഫറെന്റ് ഫോംസ് ഓഫ് നൈട്രജൻ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നൈട്രജൻ ഗ്യാസ് മേക്സ് അപ്പ് about 78%ഉം 79 ഒക്കെ പറയാറുണ്ട്. നമ്മൾ നോർമലി ഫോളോ ചെയ്യാറ് 79 എന്നാണ്. ഇനിയിപ്പോ 78 എന്ന് ഒരാൾ പറഞ്ഞാലും ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. 80 എന്ന് വരെ പറയാം, 80% ഉണ്ടെന്നൊക്കെ പറയാം. ഇനിവേ സയന്റിഫിക്കലി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നോട്ട് ചെയ്യപ്പെടുന്ന ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് 78 point something എന്നാണ്. ബട്ട് നോർമലി വി ആർ യൂസിങ് 78%. നിങ്ങൾ ഇനി 78% എന്ന് പറഞ്ഞാൽ വളരെ നല്ലത്, 79% കാണാം, അതുകൊണ്ട് അത് കൺഫ്യൂഷൻ ആവരുത്. Nitrogen gas make up to 78% of the atmospheric, and it is also the part of many molecules essential to life like protein, nucleic acid, DNA, RNA, and some vitamins. Nitrogen is also found in other biological compounds such as alkaloids. Nitrogen is an essential nutrient for all life forms. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു essential life form ആണ്. So it is used for different type of organism for their normal growth and development. Plants take up nitrites and nitrates and convert them into amino acid. അല്ലെ, പ്ലാന്റ് ആണ് ഇത് ടേക്കപ്പ് ചെയ്യുക. എങ്ങനെ? നൈട്രജനെ നൈട്രേറ്റും ആക്കി മാറ്റുന്നു. Then they are converted into amino acid, which are used to make protein. എന്തിനാണ്? They are used for synthesizing protein. These proteins are consumed by animal. ഇതാണ് നമ്മളൊക്കെ കഴിക്കുന്നത്. Thus we can say that nitrogen is present in both plants and animal. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലും ചെടികളിലും ഒക്കെ നൈട്രജൻ ഉണ്ട് കേട്ടോ. നൈട്രജൻ ഈസ് റിട്ടേൺ ബാക്ക് ടു ദ നേച്ചർ വെൻ ആൻ ആനിമൽ എക്സ്ക്രീറ്റ് ഓർ വെൻ ആനിമൽ ഡൈ. അങ്ങനെ നമ്മൾ മരിച്ച് മണ്ണോടടിയുമ്പോൾ ആ മണ്ണിലേക്ക് നമ്മുടെ ശരീരത്തിലുള്ള നൈട്രജൻ ഒക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകും. അങ്ങനെ വീണ്ടും നൈട്രജൻ ഭൂമിയിലോട്ട് വരികയും ഭൂമിയിലെ നൈട്രജൻ വീണ്ടും അറ്റ്മോസ്ഫിയറിൽ പല രീതിയിലും ഡിവൈഡ് ചെയ്തിട്ട് നൈട്രേറ്റും ഒക്കെ ആക്കി മാറ്റി അവസാനം വീണ്ടും ഭൂമി ഈ പറയുന്ന ജീവജാലങ്ങൾക്ക് നൽകുകയും അത് വീണ്ടും return to the atmosphere or return to the soil. Some other bacteria present in the soil convert the various compounds of nitrogen back into the nitrate and nitrite. A different type of bacteria convert the nitrate and nitrite into elemental nitrogen, that is nitrogen in the atmosphere. The process of conversion of nitrate and nitrites into ammonia is called ammonification. Conversion of ammonia to nitrite and then nitrate is called nitrification. ഇത് പണ്ട് മുന്നേ നമ്മൾ പഠിക്കുന്നതാണ്, എപ്പോഴും കൺഫ്യൂഷൻ ആവുന്നു. ഒന്നുമില്ല, അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രൈറ്റ് ആക്കി മാറ്റുന്നു. Then ആ നൈട്രേറ്റ് എന്താക്കുന്ന നൈട്രേറ്റ് പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് nitrate into ammonia is called ammonification.
then conversion of ammonia into nitrate, and then nitrate is called nitrification.